മുഖം ഇത്തിരി വെളുത്താൽ സൗന്ദര്യം കൂടുമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. പുറത്തിറങ്ങുമ്പോൾ ഇത്തിരി ഫെയർനെസ് ക്രീം മുഖത്ത് പുരട്ടി വെളുപ്പിക്കുന്നതിലും നമ്മളിൽ പലരും വിമുഖത കാണിക്കാറില്ല. പോക്കറ്റ് കാലിയാണെങ്കിലും പണം പോയി സൗന്ദര്യം വരട്ടെ എന്നാണ് ചിന്ത. അതുകൊണ്ട് പണം നോക്കാതെ കോസ്മെറ്റിക്സ് വാങ്ങി സുന്ദരനും സുന്ദരിയുമായി നടക്കുന്നതാണ് എല്ലാവർക്കും താല്പര്യം. പക്ഷേ പണം കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങുന്നതിന് സമാനമാണ് ഈ ക്രീം തേച്ചുള്ള വെളുപ്പിക്കൽ എന്നാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത്. കോസ്മെറ്റിക്സ് പ്രൊഡക്റ്റുകൾ പൂർണ്ണമായും മനുഷ്യ ശരീരത്തിന് ദോഷമാണെന്ന് പറയാനാവില്ല. എന്നാൽ ചിലതൊക്കെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കും. നവി മുംബൈയിൽ അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്ത 2 കേസുകളിൽ ഫെയർനെസ് ക്രീം പാർശ്വഫലത്തെക്കുറിച്ച് പേടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളുണ്ടായിരുന്നു. 25 വയസ്സുള്ള യുവതിയും 56 വയസ്സുള്ള പുരുഷനും ശരീരം മുഴുവൻ നീർക്കെട്ടുമായി ചികിത്സ തേടിയെത്തിയതാണ് സംഭവങ്ങളുടെ തുടക്കം. ഇരുവരും മാസങ്ങളോളം ഉപയോഗിച്ച ഫെയർനെസ് ക്രീമിന്റെ പാർശ്വഫലമാണ് ശരീരത്തിലെ നീർക്കെട്ടെന്ന് ഡോക്ടർമാർക്ക് ബോധ്യപ്പെട്ടു. കൂടുതൽ പരിശോധനയിൽ ഇരുവരുടെയും വൃക്കയ്ക്ക് ഗുരുതരമായ തകരാറുണ്ടെന്നും വ്യക്തമായി. സ്കിൻ ലൈറ്റനിങ് ക്രീമുകളിൽ കണ്ടുവരുന്ന ഹെവി മെറ്റലുകളുടെ സാന്നിധ്യമാണ് ഇരുവരുടെയും വൃക്കയുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചത്. കൃത്യസമയത്ത് ചികിത്സ തേടിയതിനാൽ ഇരുവരുടെയും ജീവൻ തിരികെ കിട്ടി. വൃക്കയെ ബാധിക്കുന്ന മെംബ്രനസ് നെഫ്രോപ്പതി എന്ന രോഗമാണ് ഫെയർനെസ് ക്രീമുകളിലെ ഹെവി മെറ്റലുകൾ സൃഷ്ടിക്കുന്ന രോഗം. ശരീരത്തിലെ നീർക്കെട്ടാണ് ആദ്യത്തെ ലക്ഷണം. വിശപ്പില്ലായ്മ, ക്ഷീണം തുടങ്ങിയ ലക്ഷണങ്ങളും ഈ രോഗം കാണുന്നവരിൽ ഉണ്ടാകാറുണ്ട്. വെളുത്തിട്ട് പാറാമെന്ന ലേബലിൽ കേരളത്തിലും ഇത്തരം ക്രീമുകൾ സുലഭമായി വിൽപ്പന നടത്തുന്നുണ്ട്. നവമാധ്യമങ്ങളെയാണ് പ്രധാനമായും ഇവർ പരസ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിലെ ഒരു റീൽ കണ്ടാവും നമ്മളും വീണു പോവുക. വിശ്വസിക്കുന്നതിനായി ഹെർബൽ ചേരുവകൾ, ആയുർവേദത്തിൽ നിന്നുണ്ടാക്കിയത് തുടങ്ങി ഒരുപാട് പരസ്യവാചകങ്ങൾ കാണാനാവും. എന്നാൽ ആയുർവേദവുമായി യാതൊരു ബന്ധവും ഇവയ്ക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്താണ് ക്രീമുകളിലെ ചേരുവകൾ എന്ന് ബോധ്യപ്പെടാതെ ഇവ വാങ്ങുകയോ ഉപയോഗിക്കുകയോ ചെയ്യരുത്. മുന്നറിയിപ്പ് അവഗണിച്ചാൽ ജീവൻ തന്നെ നഷ്ടമായേക്കാം. ഇനി മറ്റൊരു കാര്യം, വെളുത്തിട്ട് പാറാൻ എന്തുകൊണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്നുവെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ പ്രധാന കാരണം സൗന്ദര്യത്തിൻ്റെ വെളുപ്പ് കറുപ്പ് മാനദണ്ഡങ്ങളാണ്. കറുത്ത തൊലി മോശമാണെന്നാണ് പൊതുബോധം. കൊച്ചുകുട്ടിയെപ്പോലും കറുപ്പും വെളുപ്പും അളവുകോലാക്കി നാം വർണ്ണിക്കാറുണ്ട്. അവൻ്റെ കുട്ടി കറുത്തിട്ടാണ് എന്നടക്കം പറയുന്നത് കേൾക്കാത്തവരായി ചുരുക്കമേ ഉണ്ടാവും. സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റും ഈ പൊതുബോധമാണ്. ഫെയർ ആൻഡ് ലവ്ലി എന്ന ബ്രാൻഡ് പോലും ഉണ്ടാവുന്നത് ആ ബോധത്തിൽ നിന്നാണ്. എന്നിരുന്നാലും ഇനി വെളുത്തിട്ട് പാറാൻ നിൽക്കണ്ട, വൃക്കടിച്ചു പോവും. അപ്പോൾ ഹെൽത്തി ആയിട്ടിരിക്കും.